ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെയായിട്ട് എല്ലാവരും ഓഫീസിനകത്ത് വന്നു. എല്ലാവരോടും പറഞ്ഞു കേട്ടോ. ഓക്കെ മാം, പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു മാം. ശരി, ഓക്കെ. പ്രോജക്റ്റ് എല്ലാം കറക്റ്റായി ചെയ്യുന്നു മാം. പ്രോജക്റ്റ് കറക്റ്റ് മാം ചെയ്തത്. ശരി, ഓക്കെ. നമ്മൾ അടുത്തത് ഓക്കെ ബ്യൂട്ടി പ്രോഡക്റ്റ് അല്ലേ ഹേമ? യെസ് മാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ജോബ് പിരിച്ചു വിടാനാണ് ഉള്ളത്. നിങ്ങൾ എല്ലാവരും കറക്റ്റ് ജോബ് ചെയ്യണം. എല്ലാവരും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? യെസ് മാം. ഹേമ? യെസ് മാം. നിങ്ങൾ ഹേമ, നീ ഇത് ബ്യൂട്ടി പ്രോഡക്റ്റ് എല്ലാം ഉണ്ടാക്കണോ? ഓർമ്മ ഉണ്ടല്ലോ? യെസ് മാം. അങ്ങനെ ആ ഗേൾ അവിടെ നിന്ന് പോയി. ഓക്കെ, നീ ആൾ കുറച്ച് സെലക്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് ആൾ വെച്ച് ചെയ്യാനായിരുന്നു പറഞ്ഞു. ഓക്കെ മാം, നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, കുറച്ച് പേര് ഞാനും കൂടെ ഉണ്ടാവും. അങ്ങനെ പോയി. അശോക്? യെസ് മാം. നീ ബോയ്സൊക്കെ ബോയ്സ് ഡ്രസ്സ് പറഞ്ഞാൽ അത് സെലക്ട് ഡിസൈൻ, നല്ല ഡിസൈൻ ഉണ്ടാക്കി കാട്ടാൻ മനസ്സിലായില്ല? താങ്ക്സ് മാം. ഓടിപ്പോയി. രഞ്ജത്ത? യെസ് മാം. നീ ഗേൾസ്ക്ക് ഡ്രസ്സ് ട്രൈ ചെയ്യുക. അശോക്? യെസ് മാം. എന്താ ഹെയർ പ്രോഡക്റ്റ് ഇയാൾ ഈ ശുദ്ധനുണ്ടോ? ഇയാളോട് പോയി നീ ഹെയറിൻ്റെ മുടീൻ്റെ ഏതെല്ലാം ഉണ്ടാക്കുന്ന ഹെയർ കളറും ബോയ്സിക്ക് അതേ ഏത് ഹെയർ കളറും അത് നീ പോയി കണ്ടുപിടിക്കും. അതിഥി? യെസ് മാം. നീ ഇതേ പോയി ഗേൾസിക്ക് ഹെയർ നല്ല ലെങ്തായി വളർന്നു അത് പോയിട്ട് അവരെടുക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും പോയിക്കോ. യെസ് മാം. താങ്ക്സ് മാം. ശരിക്ക് നമ്മൾ കറക്റ്റായി ചെയ്യണം ഓഫീസ് ജോബ്. നിങ്ങൾ എല്ലാവർക്കും തരാം. അങ്ങനെ എല്ലാവർക്കും ഓരോന്നും ജോബ് കൊടുത്തു. ഹാരമുണ്ടായിരുന്നു. എന്താ പറയുക, ബോയ്സ് 7 പേരുണ്ട്. കൂടെ പോകും സ്റ്റാഫ്. എല്ലാവരും പോയോ? അർജുൻ? യെസ് മാം. നീയും പോയിക്കോ. ഓക്കെ മാം. ആരകത്ത് വരാതെ? ആറാം? യെസ് മാം. ഞാനോട് ചോദ്യം കേൾക്കാം, അതൊക്കെ നീ ഓക്കെ ആണോ? യെസ് മാം. ആ ചോദ്യം ഓക്കെ. നീ സിംഗിളാണോ കമ്മിറ്റാണോ? മാം കമ്മിറ്റ് ഇല്ല മാം, സിംഗിളാണ്. ഡോക്യുമെൻറ്റ് ഇത് പഠിച്ചു. ഓക്കെ മാം, പഠിച്ച ആറും അത് കണ്ട് വായിച്ചു. ആറും ഷോക്ക്. മാം സത്യമാണ് മാം? അതെ. എനിക്ക് ഓക്കെ ആണല്ലേ? ഓക്കെ മാം. ജമീൻ വയ്ക്കാം. എന്താ ഡോക്യുമെൻറ്റ്? അത് ജിമ്മിന് വായിച്ചു നോക്കുക. ജിമ്മിൻ പറയാം എനിക്ക് ഓക്കെ ഇല്ല. ഇതിട്ട് എല്ലാവരും ജിമ്മിൻ നോക്കാൻ തുടങ്ങി. എന്താ ഓക്കെ ഇല്ല? ഇല്ല, ആറും മാരേജ് കഴിക്കാൻ പറഞ്ഞതാ. അതുകൊണ്ട് കോൺട്രാക്ട് മാരേജ് ചെയ്യിക്കാൻ പറഞ്ഞതാ. അതൊക്കെ ആറമ്മ അത് ഇപ്പം എന്താ ചെയ്യുക? എല്ലാവരും ഷോക്കായി നോക്കാൻ തുടങ്ങി. മാം ജമീൻ പറഞ്ഞത്, മാഡം ഞാൻ നിങ്ങളെ ലവ് ചെയ്യാം മാം. നിങ്ങളിവിടെ ജമീൻ പറഞ്ഞിട്ടു നിങ്ങൾ റെഡ് ബെഡെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് സെറ്റാവല്ല ജമീൻ. അത് പറഞ്ഞത് അങ്ങനെ മാരേജ് കഴിക്കുക. ഓക്കെ ആറാം, ഡീൽ പ്ലാൻ ചെയ്യാം. ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണല്ലേ? മാഡം എനിക്ക് ഓക്കെയാണ്. ഓർത്തും പറയടാ. ഓക്കെ മാഡം, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇവിടെ പോയി അവിടുന്ന്. റൂമിന് മുറിക്കൊക്കെ ഇടോ? ഞാൻ റെഡ് ഇടാ എന്ത് എനിക്കറിയില്ലടാ. അങ്ങനെ ക്ലബ് പാർട്ടി വന്നു. അങ്ങനെ ഗേൾസ് ഒരു പറഞ്ഞ ഒരു ഗേൾ ഉണ്ടായിരുന്നു. പേര് സോഫിയ പറയാൻ തുടങ്ങി. എടി എനിക്ക് നിറയെ ബോയ് ഫ്രണ്ട് ഉണ്ട്. അതുമാത്രമല്ല എനിക്ക് ടോട്ടൽ ഇത്ര ബോയ് ഫ്രണ്ട് പറഞ്ഞ ഞാൻ മാരേജ് കഴിക്കാൻ പോവാ. എൻ്റെ ഹസ്ബൻഡ് കണ്ടോ? എനിക്ക് 8 ഹസ്ബൻഡാണ് ഉള്ളത്. ഇത് കേട്ട് ഷോക്കായി. അതടി ഞാൻ 8 ഹസ്ബൻഡ് ഇതാ കണ്ടോ? എന്നിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഡാഡ് ഓക്കെ. എന്നിട്ട് എടി മച്ചി എന്താടി ചെയ്യാം? അങ്ങനെ കോൾ ചെയ്ത് ആറാം തിരിച്ച് ലബിൽ റിഞ്ഞാന്ന് കഴിച്ചില്ല. 7 പേർ വന്നു. ഇങ്ങനെ കോൺട്രാക്ട് ഇത് വെച്ച് മാഡം ഞാൻ ഓർത്തില്ല. അതില്ല, 7 പേർ മാരേജ് കഴിക്കാം എന്ന് പറഞ്ഞ് 7 പേർക്ക് ഷോക്കായി. എന്താ മാഡം പറഞ്ഞത്? ശരിയൊക്കെ 7 പേരെ കാണാൻ നിങ്ങൾ ഹാൻസം ആയിട്ടുണ്ടോ? അതുകൊണ്ട് 7 പേരെ ഞാൻ മാരേജ് കഴിക്കാൻ പോവാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കോൺട്രാക്റ്റൊക്കെ നിങ്ങൾ സൈൻ ചെയ്യണം, മനസ്സിലായോ? യെസ് മാം. അത് കോൺട്രാക്ട് 1 മന്ത് മാരേജ്, മനസ്സിലായോ? ശരി മാം. അങ്ങനെ എല്ലാവരും സൈൻ ചെയ്തു. അങ്ങനെ അതിന് മാരേജ് കഴിച്ചു വന്നു. മാരേജ് കഴിച്ചു, ഹസ്ബൻഡായി മാറി. ഓക്കെ മാഡം. ഓക്കെ ഞാൻ പറഞ്ഞ മതി ചെയ്യും. ഞങ്ങൾ റൂം എല്ലാവർക്കും ഇടാ 7 പേർ ഈ റൂം താമസിക്കാം. ശരി പറയുന്നത് ഞാൻ റൂം പറയും വായി മുടി കേട്ടോ. ഇടാ നമ്മൾ കൂടുതൽ ഇടാ മുണ്ടാതിരി. എന്നിട്ട് യൂസ് കഴിഞ്ഞു. ഇങ്ങനെ എല്ലാവരും ജോലിയായിട്ട് ഫ്രണ്ടുമായിട്ട് ഹീറോയും കൂടെ സംസാരിക്കാം. റൂം പറഞ്ഞു ഓക്കെ. അങ്ങനെയായിട്ട് ഒരു
ഒരു ഒരു മാഡം, ഹായ് മാഡം, എൻ്റെ പേരാണ് ജാക്ക്. എസ് ജാക്ക്, എന്താ പ്രശ്നം? മാം, ഞാനൊരു ഷോപ്പ് തുടങ്ങാൻ പോകും മാം. എൻ്റെ ഷോപ്പിൽ ഡ്രസ് ഡിസൈൻ പറഞ്ഞാൽ ഇത് ഡ്രസ് ഷോപ്പ് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ് ഡിസൈൻസ് നിറയെ വരുന്നുണ്ട് മാം. അതുകൊണ്ട് ഞങ്ങളുടെ ഷോപ്പ് കുറച്ച് ഫേമസ് മാഡം. ഇത് പരസ്യം ചെയ്തെന്നോട്ടെ മാം. എന്താ ചെയ്യണോ? യെസ് മാം, ഡ്രസ്സ് ഞങ്ങളുടെ ഷോപ്പിൽ പറഞ്ഞാൽ മോഡൽ ഷോ ഇത് ചാനലുണ്ട് മാം. അതുകൊണ്ട് നമ്മളിൽ കുറച്ച് മോഡൽസ് വെച്ച് ചെയ്യണം മാഡം. ഇത് മോഡൽസ് ആണോ? ബോയ്സ് മാഡം ഉള്ളത്. ഓക്കെ ഓക്കെ, ബോയ്സ് ഡ്രസ്സാണോ? അതെ മാഡം, ഇതിൽ ബോയ്സ് ഡ്രസ്സിങ് ഇതാണ് വരുന്നത്. എനിക്ക് ജാക്ക്, നിനക്ക് മോഡൽ ഒന്നും കിട്ടില്ല? ഇല്ല മാഡം, ഏത് മോഡൽ പറഞ്ഞാൽ ഭംഗിയില്ല മാഡം. ആക്ച്വലി ഉണ്ടത് എന്നിട്ട് ആറാം വന്നു ഇങ്ങനെ വാദമുട്ടി. എസ് കമ്മിങ്. ആറാം വന്നു. മാഡം, ഇതാണ് ഡോക്യുമെൻറ്റ്. വാട്ട് വാസ് ആൻസം. ഇവൻ ക്യൂട്ടായിട്ടുണ്ട്. ജാക്ക് പറ. ഇവനാണോ? ഇവനിവിടെ ജോലി ചെയ്യുന്നത്. എനിക്ക് മതി മാഡം. എനിക്ക് ബാക്കി ഇവന് മാത്രമല്ല, ഇനി 6 പേരുണ്ട്. ഇവരെനിക്ക് ആൻസം വന്നു. എന്ത് സത്യമാണ് മാം? എനിക്ക് വെയിറ്റ് കാട്ടോ. ആറാം അവർ ഇവിടെ റൂം വരാൻ പറഞ്ഞു. അതിന് ആറാം പോയിട്ട് എല്ലാവരും വിളിച്ചോണ്ട് വന്നു. ജാക്ക് നോക്കി, നിങ്ങളെ കാണാൻ ആൻസം ആയിട്ടുണ്ട് മാം. ഇവർ ഞങ്ങൾ മോഡലായിട്ട് എടുക്കുക. ഓക്കെ ആറാം, ശരി ഓക്കെ, ഞാൻ അവരോട് സംസാരിച്ച് നോക്കാം. ഓക്കെ മാഡം പറയുന്നു. ശരി ഓക്കെ ജാക്ക്. ആറാം, ബോയ്സ്, ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ഞാൻ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് മോഡൽ ഡ്രസ്സ് ഷൂട്ടിങ് ചെയ്യുന്നുണ്ട്, പരസ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ മാം, ഞങ്ങൾക്കെല്ലാം ഓക്കെ ആണോ? ശരി ഓക്കെ. അങ്ങനെ 7 പേര് കുറച്ച് മേക്കപ്പ് ചെയ്ത്, ഇവർക്ക് ഒരു മേക്കപ്പ് സ്കിൻ സെറ്റാണ്, അത് ചെയ്ത് അവർ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ ഫേമസ് ആകുന്നുണ്ട്. ജാക്ക് ഹാപ്പി. മാഡം, എൻ്റെ ഷോപ്പിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് നന്ദിയുണ്ട് മാം. ജാക്കൊക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഡ്രസ്സ് ഉണ്ട്, അവിടേക്കാണ് പോകുന്നത് മാഡം. എനിക്ക് താങ്ക്സ് മാം. വെൽക്കം. അങ്ങനെ നിറയെ കുറച്ച് ഡ്രസ് മോഡൽ ഫേമസ് ആവും.